presents തക്കുടു മതിയടാ. രാവിലെ എണീച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എടുത്ത ഫോൺ അതിന്റെ കണ്ണന്റെ ഫ്യൂസ് അടിച്ചു പോവും. മതി മതി മതി, ഞാൻ കൊറേ നേരമായി പറയാൻ. നിർത്തുവേ. ഇല്ല തക്കുടു ഏത് ലോകത്തിരിക്കുക? മോന്റെ കണ്ണടിച്ചു പോവും. ഈ പ്രായത്തിൽ എനിക്ക് തരൂലായിരുന്നല്ലോ. നിനക്കങ്ങ് പറയാൻ പാടില്ലോ അതർന്ന്. ഇത്ര നേരം ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ. ഇത് നോക്കിയേ, ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറ. ഒരു കുഴപ്പമില്ലാത്ത ചുരിദാർ ഒരൊറ്റ എണ്ണം കയറണ്ടില്ല ഉടുപ്പ്. നീ എന്തെങ്കിലും ചെയ്തെന്ന് വണ്ണം ഇച്ചിരി കുറച്ചോ, അല്ലെങ്കിൽ എല്ലാം ഇതേ ക്ലീറ്റാ. ഈ പെണ്ണിന് എന്തെങ്കിലും തുണിയെല്ലാം മേടിച്ചു കൊടുക്കണം കേട്ടോ, ഒന്നും കയറണില്ല. ക്ലീറ്റോ പറയണ കേൾക്കണില്ല, ഇവക്ക് ഡ്രസ്സൊന്നും കയറണില്ല. 2-3 വീട്ടിൽ കൊടുക്കാനുള്ള കണക്കിന് കണക്ക് കൂട്ടി എന്റെ കണക്കൂട്ടിൽ തെറ്റിച്ചപ്പോ സമാധാനമല്ല. എന്റെ കണക്കൂട്ടിൽ എന്നെ തെറ്റിയതാ, എന്നിട്ട് ഞാൻ വല്ലതും പറയുന്നുണ്ടോ? ഒരു രീതിയിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് അകത്ത് പോയിരുന്നൂടെ? ഞാൻ അകത്തിരുന്നപ്പോ നിങ്ങളെ ശല്യം കാരണോട് ഇപ്പൊ പുറത്ത് വന്നു, അവിടെ വന്നു. ഇപ്പൊ ഇനി ഇറങ്ങി വന്നെല്ലാം കോള് വരുന്നു. ആര് നോക്കും? അഷ്റഫ് എടുക്കണ്ട അടിച്ച് കട്ടായി നിന്നോളൂ. എടുക്കണ്ട ചേച്ചി. എന്താ വോയിസ് മെസ്സേജ് ഒക്കെ ഇടുന്നു? എന്താ വീണ്ടും വിളിക്കുന്ന? ഒന്നും ചെയ്യണ്ട, വോയിസും എടുക്കണ്ട, ഇതൊന്നും ഒന്നും നോക്കണ്ട. അത്യാവശ്യമായിരിക്കും. അഷ്റഫ് എന്നെയല്ലേ വിളിക്കണത്? എന്ത് അത്യാവശ്യം എന്നുള്ളതൊക്കെ എനിക്കറിയാം കേട്ടാ. മിണ്ടാതിരിക്കും, നീ എടുക്കണ്ട. ഇനി അത് വാട്സപ്പ് അതിന് മെസ്സേജ് കണ്ട ഞാനത് നോക്കി മനഃപൂർവ്വം വിളിക്കാതെ എടുക്കാത്തതാണെന്ന് പറയാം. അത് മിണ്ടായിരിക്കും. എടുത്താ പ്രശ്നം തീർന്നില്ല. എന്തും എടുത്താ അതെങ്ങനെ എടുക്കും? അഷ്റഫുമായിട്ട് വല്ല ഇടപാടും ഉണ്ടാവും. ഉണ്ടടി. അവന്റെ ഭാര്യ മൊഴിയല്ല മോണ് എന്റെ അടുത്ത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഏറ്റെടുക്കാൻ സമ്മതിച്ചു. കുഴപ്പമില്ല, സന്തോഷം. ഞാൻ രക്ഷപ്പെടുമല്ലോ അതോടുകൂടി. ഉടനെ അങ്ങ് എഴുതാപ്പുറം വായിക്കണം. പിന്നെ എന്താ എടുക്കാത്തത്? അയ്യോതാ വീണ്ടും വിളിക്കുന്നു. അത് വിളിച്ചിട്ട് അടിച്ച് അവിടെ നിന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സൈഡ് ഞെക്ക് മതി. പ്രശ്നം തീർന്നല്ല. എടുക്കാൻ സൗകര്യമില്ല. ഇങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോ വേറൊരാളും ഫോൺ എടുക്കൂല. ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. വീണ്ടും വിളിക്കുന്നു. അത് എടുക്കണ്ട. സംബന്ധം ആലോചിക്കാനല്ലേ. സ്ത്രീധനം തരാന്ന് പറഞ്ഞത് അങ്ങോട്ട് ശരിയല്ല, ഇച്ചിരി കുറഞ്ഞു നിൽക്കുകയാണ്. സാരമില്ലെന്ന്, ഇച്ചിരി കുറഞ്ഞാണെങ്കിൽ 8 ഞാനും രക്ഷപ്പെടുമല്ലോ. തന്നടി. നീ ഇതും പറയണ്ട, അപ്പുറം പറയും. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. അത് ഇല്ലാതാവുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. കണ്ണ് കണ്ണ് കണ്ണല്ല, മൂക്ക്. നല്ല പഴുപഴുത്ത വരിക്കച്ചക്ക. എന്തോ ഈ പറമ്പിൽ കിടക്കുന്നത് നമ്മുടെ പറമ്പില്. പഴുത്താണോ? പിന്നെ പഴുത്തല്ല. എന്നാ മുറിക്കാം. മുറിക്ക് ക്ലീറ്റോ. കൊടുത്തോ, ഓപ്പറേഷൻ തുടങ്ങാം. നല്ല ക്യൂട്ടി ചക്ക. കഴിക്കാൻ നല്ല ക്യൂട്ടായിരിക്കും. കൈ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ? കൊള്ളട്ടെ, നല്ല മധുരം ഉണ്ട് കേട്ടോ. ക്ലീറ്റോ തിന്നോണ്ടിരിക്കാതെ ഇതിനകത്തോട്ട് പറിച്ചിട്ടേ. ഈ വരിക്കച്ചക്കാട്ടിൽ എനിക്കിഷ്ടം കൂഴച്ചക്കപ്പഴോ. അതാകുമ്പോ അതിങ്ങോട്ട് എടുത്ത് വയലിട്ടിച്ച് സൗണ്ട്. ആർക്കും ഇഷ്ടമല്ലാത്ത ഇതല്ലേ അത്. അത്ര പോലും ചവയ്ക്കാൻ പോലും വയ്യ. അല്ലേലും ആർക്കും ഇഷ്ടമല്ലാത്ത, ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ആരും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടും. അത് ശരിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടം മോഡൽ ഡാഡിയ. കുറ്റം പറയുന്ന ആള് ലിലിപ്പന്റെ അടുത്ത് ചോദിക്കണം. കൊടങ്ങാവള ഈ ചക്കയോ മാങ്ങയോ ചേമ്പോ ചേന എന്തോ മുറിച്ചാലും അതിന്റെ ഫ്രണ്ടി കൊതിയോടെ നിൽക്കുന്ന ആളാ ഈ നിൽക്കുന്ന കുറ്റം പറയും. അല്ല, അത് സത്യമാണ്. എന്ത് കൊണ്ടുവന്നാലും ആദ്യം ക്ലീറ്റോ ചേട്ടന് കൊടുക്കണം, അല്ലെങ്കിൽ കെറിവിക്കും. ഞങ്ങളൊക്കെ എന്നിട്ട് ഇങ്ങനെ വായിട്ട് നോക്കി നിൽക്കും. പക്ഷെ ഞങ്ങൾക്ക് തരും കേട്ടാ. ശരിയാ, തരുമല്ലോ. എനിക്ക് ആദ്യം തരും. അത് തലമൂത്ത ആളായതുകൊണ്ട് എനിക്ക് തരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഇവർക്കെല്ലാം കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അത് തന്നെയാണ് ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലും. എൻ്റെ അനുയായികൾക്ക് കൊടുത്ത്, എൻ്റെ ആൾക്കാർക്കൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ബാക്കിയില്ലാത്തതുകൊണ്ടാണ് വീട്ടിലും തരത്തല്ലേ. എന്നാലും നീ പട്ടിണി കിടക്കണല്ലോ, നീ അന്തസ്സായിട്ട് കഴിച്ചു പോകണുണ്ടല്ലോ. അത്ര അറിഞ്ഞാൽ മതി. ഇതിപ്പോ എന്ത് ചെയ്യാൻ? തിന്നു തീർക്കുവാണോ അതോ വരട്ടി വെക്കണോ? പിന്നെ എല്ലാവരും അതെ, ആദ്യം തിന്നാനുള്ളത് തിന്നുക. അത് കഴിഞ്ഞ് ഇത് തിന്ന് മടുക്കുമ്പോ ബാക്കി പറഞ്ഞെടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ദാ പറമ്പിലോട്ട് ചെന്ന് ഇഷ്ടംപോലെ ചക്കടപ്പുണ്ടല്ലോ, ഇടാൻ മടിയായിട്ടല്ലേ? അത് ഈ മുമ്പ് ഇരിക്കുന്നത് തിന്ന് തീർത്തിട്ട് പോരെ. അതെ, എന്നിട്ട് ഞാൻ ഇത്രയും ദൂരം ചുമ്മിക്കൊണ്ട് വന്നതിന്റെ ഒരു പരിഗണന ചക്കയ്ക്ക് കൊടുക്കും. അതല്ലേ അപ്പൊ തന്നെ മുറിച്ചത്. എടാ തീർന്നാ പറയണം കാര്യം.
ഇതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് ഇതിൽ നിന്ന് ഒരു ചുളയെടുത്ത് ഇങ്ങനെ കഴിക്കണതിന്റെ സുഖം എന്ന് പറയാം. ഞാൻ ഇതിന്റെ കുരു എടുത്ത് കളഞ്ഞോണ്ടിരിക്കുക. കുരു എടുത്ത് മാറ്റി വെച്ചോളാം, കുറച്ച് കുരു അവിയൽ വെക്കണം. കുറച്ച് വറുത്തം കഴിച്ചാലേ. അതും കൊണ്ടോന്നേടാ, അതും കൊണ്ടാ. എന്തിന്ന് ഒത്തിച്ചെടുക്കുന്നത്? ഇതിങ്ങനെ മുറിക്കണ്ടേ ചേച്ചി? പിന്നല്ലാതെ നിനക്ക് വരിക്ക ഇഷ്ടമല്ല കൂഴയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. കൂഴ ഇഷ്ടമെന്ന് പറഞ്ഞത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അവനെ ഒരു കൂഴം കുമ്പിളിപ്പം ഉണ്ടാക്കിയത് നല്ലല്ലേ ചേച്ചി? അടിപൊളി. എന്തിനാണെങ്കിലും വരട്ടണ്ടേ? അതല്ലേ അല്ല, അത് വരട്ടി ഞാൻ പറയുന്നത് കുമ്പളപ്പം ഇലയിൽ ഒന്നി ഇലയാക്കിയിട്ടെടുത്തുണ്ടാക്കിയാൽ ആവി കൊടുത്ത് അതൊരു നല്ല സാധനമായിരിക്കും അല്ലേ? അതാ വരട്ടി വെക്കാന്ന്. കുറച്ചുണ്ടാക്കിയാ മതി. എന്താണ് എന്നത് തിന്നെ ബാക്കി തിന്ന. ഇനിയിപ്പോൾ ആരായാലും ചക്ക ഇതോടെ തിന്നിട്ട് എടുക്കുന്നുള്ളൂ. എടുക്ക് എടുക്ക്. ആരാന്ന് ഇത് തിന്നോട്ട് ഞാൻ ടേസ്റ്റ് പോകും. അത്യാവശ്യമാണെങ്കിലോ? ഇത് അവന്റെ രണ്ട് മിക്കവാറും മറ്റാളായിരിക്കും. മറ്റേ അഷ്റഫ് അല്ലേ? അഷ്റഫ് ആണോ? വിളിച്ചോട്ടെ. അതൊക്കെ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തു പറഞ്ഞ പോലെ എടി രാവിലെ മുതൽ വിളിക്കണതാടി. പിന്നെ അവൻ വിളിച്ചോടനെ എടുത്താലേ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് വിചാരിക്കും. ഇല്ലല്ലോ, ഏയ്, എന്തൊരു വർത്താനം? ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ വലിയൊരു പണി ചെയ്തോണ്ടിരിക്കില്ലേ? ചക്കപ്പഴി എന്നിട്ട് കേന്ദ്രീയ കാര്യങ്ങൾ ആലോചിക്കല്ലേ? അങ്ങനെ പറയരുത്. മറ്റേ ഗൾഫിലുള്ള ഏട്ടനല്ലേ? ഓ, അവൻ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാനുണ്ട്, അത് തന്നെയാണ് സംഭവം, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ 2 ദിവസത്തെ അവധി മേടിക്ക്. ഇതിപ്പോ അവന് എന്തോ വില്ലേജിലോ പഞ്ചായത്തിലോ എന്തോ കാര്യസാധ്യത ഉണ്ട്. അങ്ങ് ശരിയാക്കി കൊടുക്കുന്നേ. ജാട കാണിക്കണേ. അങ്ങനെയാണ്. അതായത് ഏതെങ്കിലും മന്ത്രിമാർ ഉദ്ഘാടനത്തിന് പറഞ്ഞ സമയത്ത് പോയിട്ടുണ്ടോ? അവർ ഇച്ചിരി ഗമ കാണിച്ച് സമാധാനത്തിലേ പോവുള്ളൂ. അപ്പോഴേ നമുക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഞാൻ അതൊക്കെ എല്ലാം ഒതുങ്ങി രാത്രിയാകുമ്പോൾ അവനെ വിളിക്കും, തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് അറിയാം ഞാൻ ഇന്ന് രാവിലെ സർക്കിളുമായിട്ട് ഒരു മീറ്റിംഗ് ആയിരുന്നു, MLA ആയിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു, അങ്ങനെ തിരക്കായിരുന്നു, അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് കാര്യം പറയുമ്പോൾ അവൻ ഒരു സ്കോച്ച് എനിക്ക് തരും. അതിന്റെ പരിപാടികളൊക്കെ നടക്കും. എന്റെ മച്ചും കൂടെ കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടോ. അമ്മയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അയ്യോ, ഇപ്പോഴല്ലേ എടുക്കാത്ത കുട്ടൻസ് മനസ്സിലായേ? രാത്രി വിളിക്കുമ്പോൾ 2 സ്കോച്ച് തരാൻ പറ, നമുക്ക് അടിച്ചൂടെ? വേണോ? അത് ബുദ്ധിമുട്ടാവൂലേ? ഇല്ല, ഞാൻ ഉണ്ടല്ലോ. അതെ, 2 എണ്ണമൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. എടി അത് ഇപ്പൊ വറക്കണോ? നമ്മുടെ തേങ്ങാക്കൊത്ത് ഇപ്പൊ വറക്കണോ? ഇതായിട്ട് മതി. അല്ല, ഇതേ കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഇതെടുത്തൊന്ന് ഫ്രിഡ്ജ് വെക്കണേ. ഇത് നമുക്ക് ബ്രെഡിന്റെയും ചപ്പാത്തിയുടെ കൂടെ ജാം പോലെ പുരട്ടി തിന്നാം. അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു ഹോസ്റ്റലില്, അവളുടെ അമ്മ ഇത് കൊടുത്തു വിടുമായിരുന്നു. അയ്യോ, എന്ത് ടേസ്റ്റ്. ചക്ക മാത്രം പറ്റില്ല, ശർക്കരയോ പഞ്ചസാരയോ? പഞ്ചസാര ഇടാറില്ല, ശർക്കര. അവര് പഞ്ചസാര. പിന്നെ പഞ്ചസാര പൊടി ഇടുന്നു. നിനക്ക് ശർക്കരയുടെയും പഞ്ചസാരയുടെയും ടേസ്റ്റ് അതുപോലും അറിയില്ല. തിന്നുന്നു, സത്യമായിട്ട് അവള് പറഞ്ഞ പഞ്ചസാര തരുന്നു, ഫോണിലോട്ട് നോക്കുന്നു, ഞം ഞം. ഓ, ഞാനിവിടെ സാമ്പാർ ഇതൊക്കെ വയ്ക്കും കേട്ടോ. ഓ, ഇനി ആവണ ചേച്ചി? ഇച്ചിരി കൂടെ ആയിട്ട്, അല്ലെങ്കിൽ വേഗൂലല്ലോ. ഇച്ചിരി കൂടെ ആയിട്ട് നമുക്ക് പാനി ഒഴിക്കാം. ഇല എടുക്കണ്ടേ? ഇല എടുക്കണം. വഴനില ഉണ്ടാക്കാമല്ലോ. ഓ, ഇനിയിപ്പൊ അതിന് എടുക്കാൻ പോണ്ടേ? വാഴയില എടുക്കാം. വഴനില പറമ്പിലൊരു ഇച്ചിരി നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം കുറച്ച് വഴനിലും കുറച്ച് വാഴയിലും ഉണ്ടാക്കാം. നീ ക്ലീറ്റോ ഡാഡിനോട് പറ, ഇച്ചിരി നല്ല വാഴ നോക്കി എടുക്കാൻ പറ. ഇത് നല്ല വാഴയില. അങ്ങനെ നിങ്ങളുടെ ആങ്ങളുടെ തടിയൊന്നും പറിച്ചതുകൊണ്ട് ആ തടി ഇങ്ങനെ അല്ലെങ്കിൽ ഇതേ ക്ലീറ്റോ ആരോട് പറയും? റൊണാൾഡിനോട് പറയാം, എന്നിട്ട് ഇവിടെ ഇരിക്കും. എന്തൊരു മനുഷ്യനാണല്ലേ. ആ അഷ്റഫിക്ക വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കേണ്ടതല്ലേ? രാവിലെ മുതൽ അയാൾ വിളിക്കുന്നതാണ്. കൊറേ വോയിസ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. മിക്ക വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കൊണ്ട് കൊടുക്കാറില്ലേ? പിന്നല്ലാതെ ടൈഗർ ബാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഒരു സ്പ്രേയും പിന്നെ ഒരു സോപ്പ് അതൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കും. അതിനൊന്നും ഒരു നാണമില്ല. അയാള് വിളിക്കുമ്പോ ഫോൺ എടുക്കൂല, അതാ കാര്യം. ഒരു മനുഷ്യൻ ഇത്രയും പ്രാവശ്യം വിളിക്കുമ്പോ എന്തേലും അത്യാവശ്യം ഉണ്ടാവും. പിന്നില്ലേ, അത്യാവശ്യം ഇല്ലെങ്കിൽ ക്ലീറ്റോനെ എന്തിനാന്നേ വിളിക്കണത്? ക്ലീറ്റോ തന്നെ പറയുന്നുണ്ട് അവന് പഞ്ചായത്തിൽ വല്ല ആവശ്യം ഉണ്ടാവും, അത് സാധിക്കാനാണ്. നല്ല മണം. മുളയടി ശർക്കര ഒഴിക്കാം. ഒന്ന് അരിച്ചൊഴിക്കണ്ടേ? ഇതേനെ അരിപ്പം കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി തിന്ന് ഈ പരിവാക്കി. ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ചക്ക ഉണ്ടാവില്ലായിരുന്നോ? നീ പറഞ്ഞ പോലെ
ചപ്പാത്തിയിലോ ദോശയിലൊക്കെ പുരട്ടി തിന്നായിരുന്നു. ഇപ്പൊ ഇത് കുറച്ച് മാറ്റി വെക്കണം അമ്മ. കോഴി അവിടെ നിന്ന് ആകെ കുമ്പിടപ്പോ കുറച്ച്. ആ തുണിയും തുണി എന്തിനാ അതിനകത്തോട്ട് ഒഴിക്കണ്ട, അങ്ങോട്ട് ഒഴിച്ചാ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ആ ഒഴിക്കട്ടെ. ആ ഒഴിച്ചു. നല്ല മൂർച്ചയുള്ള കത്തിയാന്ന് തോന്നുന്നു. ആണ്, ഇതിലും വലിയ കത്തികൾ വീട്ടിലുണ്ടല്ലോ. ഇരിക്കണ്ട. അയ്യോ ഇനിയും വേണം. ഇപ്പൊ ഇതിൽ നിന്നെല്ലാം മുറിക്കണ്ട. ഒരു വാഴ കീറ്റല്ല മതിയല്ലോ, ഇടയ്ക്കല്ലേ. റൊണാൾഡേ, എന്തോ ഇതൊക്കെ എന്നെ തന്നെ ഈ ഇല മുറിക്കാൻ തങ്കം പറഞ്ഞു വിട്ടേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായി. എന്ത് മനസ്സിലാക്കാൻ? ഭർത്താവ് സ്നേഹത്തോടെ വാഴയില കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വെച്ച് ഇലയുടെ മുഴുങ്ങി തിന്നണം എന്നുള്ള ഒരു BPL ഭാര്യയുടെ നോർമൽ ആഗ്രഹം. കൊലക്കേടെ മൂട് അതൊന്നും അല്ലടാ, എന്നോടുള്ള ദേഷ്യം. എന്ത് ദേഷ്യം? അഷ്റഫ് വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലല്ലോ. അതിന് തങ്ങഞ്ചേട്ടത്തി എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ അതല്ലേ കാര്യം. ഇടാ യവനൊക്കെ ഈ ഗൾഫിൽ പോണതിന് മുമ്പുള്ള ചരിത്രം നമുക്കല്ലേ അറിയൂ ഇവൻ്റെ എല്ലാം. പിന്നെന്താണ്, യമൻ പോയിട്ട് ഇവിടെ വന്ന് ഈ പെണ്ണുങ്ങളെ വിളിച്ചിരുത്തി കുറേ ഗൾഫിലെ കഥകൾ പറയും. അറബിയുടെ അതായിരുന്നു, അറബിയുടെ ഇതായിരുന്നു. എന്നിട്ടൊരു സ്വാപ്പ് ഒരു സ്പ്രേ കൊടുത്തിട്ടും അവർക്കത് സന്തോഷമായി. നമ്മളിവിടെ 365 ദിവസം രാപ്പകലില്ലാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിഷമങ്ങളും വേദനകളും ഒന്നും പറഞ്ഞാൽ കേൾക്കാനും ആരുമില്ല, ആർക്കും അതിനോട് താല്പര്യവും. സത്യം പറഞ്ഞാലേ ഇത്രയും കഴിവുള്ള ലോക വിവരമുള്ള നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിൽ രക്ഷപ്പെടാത്ത എന്താ മച്ചമ്പി? ഡേയ് ഞാൻ അന്ന് ഇന്നും ഇങ്ങനെ എന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ താഴോട്ട് പോയില്ല, നീ ഇങ്ങനെ മേളിലോട്ട് പോയില്ല. മേലോട്ട് പോകണ്ടേ? പക്ഷെ മേളിലോട്ട് കയറും. വൈകാതെ തന്നെ നീ നോക്കിക്കോ, അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ. അത് കഴിയുമ്പോൾ എല്ലാവരും പറയും ആ ക്ലീറ്റോയെ കണ്ടുപഠിക്കും, ആ ക്ലീറ്റോ കാണി, അതുപോലെ ആവും നീ എന്ന് ഈ സമൂഹം പറയും. നീ നോക്കിക്കോ. നിനക്കറിയാവോ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപം ഇവിടെ ഇരുന്ന് ഇങ്ങനെ മേളിലോട്ട് നോക്കിയിട്ട് അത് എന്താവും എന്ന് പറയാനുള്ള കഴിവുള്ളവനാണ് ഞാൻ. അങ്ങനെയാണെന്ന് ഞാനൊരു കഥ പറയട്ടെ. നീ തക്കുടുവിൻ്റെ അടുത്ത് പോയി പറ കഥ. ഇത് തക്കുടു കേൾക്കേണ്ട കഥയല്ല, മച്ചമ്പി കേൾക്കേണ്ട കഥയാണ്. അതായത് പറ. ഒരു പള്ളി വികാരി ഒരു വീട്ടിൽ ചെന്ന് വെഞ്ചരിപ്പിനായിട്ട്. ആ വീട്ടിൽ ചെന്ന് ആ വീടിനെ കുറിച്ചും ആ വീട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചും പുള്ളി ഗണിച്ച് അവരുടെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം ഉച്ചഭക്ഷണ സമയം ആയപ്പോഴത്തേന് ചോറ് കഴിക്കാതിരുന്നപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും പ്ലേറ്റിൽ ചിക്കൻ ഫ്രൈയും കറിയും ഉണ്ട്. പുള്ളിയുടെ പ്ലേറ്റിൽ മാത്രം ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി ചോദിച്ചാൽ ഇതെന്താ ഇങ്ങനെ? അന്നേരം അവിടുത്തെ അമ്മച്ചി അയാളോട് പറഞ്ഞു, അച്ഛൻ്റെ മുമ്പിലിരിക്കുന്ന ചോറൊന്ന് വകഞ്ഞു മാറ്റി നോക്ക്, അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ചിക്കൻ ഫ്രൈ. ഇതിപ്പോ നീ എൻ്റെ അടുത്ത് പറയാൻ കാര്യം? അല്ല, അത്ഭുത സിദ്ധി കൊണ്ട് അത്രയും പേരുടെ ഭൂതം ഭാവിയൊക്കെ പറഞ്ഞാക്ക് സ്വന്തം മുമ്പിലിരിക്കുന്ന ചോറിനകത്ത് ചിക്കൻ ഫ്രൈ പോലും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതായത് മച്ചമ്പിക്ക് മച്ചമ്പിയുടെ വില ഇപ്പോഴും അറിയത്തില്ല, അതുകൊണ്ട്. ഇനി വേറെ കാര്യങ്ങൾ പറയട്ടെ. പറഞ്ഞോ, ഇതുപോലെ നല്ല കാര്യങ്ങൾ പറയും. അഷറിഫിക്ക നാട്ടിൽ വന്ന് മച്ചമ്പിയെ വിളിച്ചെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ സ്കോച്ച് അടിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ മനസ്സിൽ കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, സ്കോച്ചിനകത്തോട്ട് തണുത്ത സോഡ ചീറ്റി ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പത. വിളിക്കൊന്ന് കൊണ്ടുവരാൻ പറ. എടാ കഴുതേ, എടാ ഇതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എടാ ഇതേ ഫോർ എക്സാമ്പിൾ, ഇപ്പം മാർക്കറ്റിൽ ഒരു സാധനം നല്ലതായിട്ട് ആൾക്കാരുടെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വെക്ക്, ഭയങ്കര ഡിമാൻഡാണ് ആ സാധനം. ഒരു തിന്നണ സാധനമായിട്ട് നീ തീറ്റയിടാല്ലേ, ആ തിന്നണ സാധനം നിനക്ക് ഇഷ്ടമുള്ളൊരു തീറ്റ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നീ ഇന്നലെയും തിന്നു, എന്നിട്ട് ഇന്ന് വാങ്ങാൻ ചെന്നപ്പോൾ സാധനം ഇല്ല. നല്ല ഡിമാൻഡുള്ള സാധനം, ഒരുപാട് പേര് തപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ നാളെ കിട്ടുന്നത് നാളെ കാത്തിരുന്ന് നാളെ പോകുന്ന നാളെ ഇല്ല, മറ്റന്നാൾ ചെല്ലുന്നത് മറ്റന്നാൾ ഇല്ല. നീ എന്ത് ചെയ്യും, ഇവിടുന്ന് അടുത്ത ജില്ലയിൽ പോകുന്നു, അവിടെ പോയി അത് മേടിക്കുന്നു, എങ്ങനെയെങ്കിലും അത് മേടിക്കാനുള്ളൊരു ത്വര നിനക്കുണ്ടാവും. അത് അങ്ങനെ മേടിക്കും കഷ്ടപ്പെട്ട്. അല്ല, അതിപ്പോൾ ഇവിടെ പറയേണ്ട അതാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അഷ്റഫ് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവന് ഞാനിവിടെ കുറേ സേവനങ്ങൾ ചെയ്തു കൊടുത്തു. അവനെ വില്ലേജിലൊരു കാര്യം ശരിയാക്കണമെങ്കിൽ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇപ്പം അവൻ വിളിക്കുന്നത് എന്തിനാണ്, എന്നെക്കൊണ്ട് അതുപോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ അവൻ വിളിച്ച ഉടനെ ഞാൻ ഫോൺ എടുത്താൽ എൻ്റെ ഡിമാൻഡ് പോയില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എന്നെ ഇന്ന് വിളിക്കും, അവൻ നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും, അവൻ എന്നെ തേടി വരും, തേടി വന്ന് എന്നെയും പിടിച്ചോണ്ട് പോകും. എന്നെ തേടി വരുമ്പോൾ എന്ത് ചെയ്യും, സ്കോച്ചിൻ്റെ എണ്ണം 1 3 ഡിമാൻഡ് ചെയ്യാം നമുക്ക്. അതാണ് ഇതൊക്കെ ഒരുപാട് കണ്ട് വളർന്നവനാണ് കേട്ടാ.
എങ്കിൽ പിന്നെ വിളി. മൂന്നും നമുക്ക് ഒരുമിച്ചടിക്കാം. അത് വേണ്ട അത് വേണ്ട. ഡാഡി വരട്ടെ. വരട്ടെ വരും. അൻസാർ എടുക്കണ്ട. സ്കോച്ച് കിട്ടുമെന്ന് അറിഞ്ഞോണ്ട് കുടിക്കാൻ വിളിക്കുമായിരിക്കും. എടുക്കണ്ട. അവൻ കുടിക്കൂല അവൻ കുടിക്കൂല. അവൻ കുടിക്കൂല. കുടിക്കത്തില്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ സാധനം. ഇത് സ്കോച്ച് എന്നൊക്കെ പറയുമ്പോ ആരായാലും അടിച്ചു. ഇല്ലടാ അവൻ ഹറാമായോണ്ട് അവൻ ഇത് അടിക്കൂല. അച്ഛൻ എടുക്കണ്ട. വന്നിട്ട് ഒരു പെക്കിങ് താന്ന് പറഞ്ഞാ പിന്നെ നടക്കടാന്ന്. ഇപ്പൊ എടുക്കണ്ട, തിരക്കാന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ അവിടെ തിരക്കാം. മച്ചമ്പടിന്ന് കുറച്ച് ലോ പോയിന്റുകൾ മനസ്സിലാക്കണം ബുദ്ധിയുടെ. പെട്ടെന്നാവട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്ത് തോന്നിയാവോ? പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ എന്നാലും മറ്റേ ജാമ മാറ്റി വെച്ചില്ലല്ലോ. ജാമു മാറ്റി വെക്കാം. ഇല്ല ഇല്ല ഇച്ചിരിക്കോളം ചക്ക ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഇനി ജാമു നല്ലതായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നല്ലാതെ അവിടെ സുൽ ചേച്ചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി കൊടുക്കണം. ഇച്ചിരി അമ്മാവിനെ കൊടുത്തു വേണം. പക്ഷെ നല്ലതായിരുന്നു അത്. ചപ്പാത്തിയിലൂടെ കഴിക്കായിരുന്നു. മക്കളെ വിഷമിക്കണ്ട. നല്ല കേടുക്കാച്ചൊരു വരിക്ക ചക്കപ്പഴം ഞാൻ ഇനിയും കൊണ്ടുവരും. അത് മൊത്തം ജാമ ഉണ്ടാക്കും. ജാമ ഉണ്ടാക്കിക്കോളാം രണ്ടുപേരും കൂടി ഇരുന്ന്. എനിക്കും വേണം ജാമോ? അതരാണ് നിനക്കരാ കഴിക്കും. എന്തൊരു ചോദ്യം. പെണ്ണുങ്ങള് നിങ്ങൾ ഈ വാഴയിലക്കകത്ത് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് പിന്നെ വാഴയില വെട്ടാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടേണ്ട കാര്യം എന്ത്? ഞങ്ങൾ ഇത്രയും പണിയെടുക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞങ്ങൾ ഒരു പണിയും തന്നതല്ല. പിന്നെ അതെ മച്ചമ്പി പറഞ്ഞ് നിങ്ങൾ പണി തന്ന മനഃപൂർവ്വം അങ്ങോട്ട് വിട്ടേന്ന്. അതെ അഷറഫ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന് മനഃപൂർവ്വം പണി തന്നെന്ന് പറഞ്ഞു. അതെ നിസ്സാര ഒരു കാര്യത്തിന് വാഴയിലത്തോട്ടത്തിൽ പറഞ്ഞു വിട്ട് ഭർത്താവിന് പണിയെടുത്ത ആദ്യത്തെ വാഴയില എടുത്തതിനാണ് കിടന്നോണ്ട് ഭയങ്കര വലിയ പണിയല്ലേ ചെയ്യുന്നത്. ആങ്ങളെ ചതിക്കാൻ കൂട്ടിരുന്ന ആദ്യത്തെ ചതിച്ച് പെങ്ങൾക്കുള്ള അവാർഡ് ലില്ലിപ്പെണ്ണ്. ഞാനത് ഏറ്റി. എനിക്കിവിടെ വയ്ക്കുമ്പോ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും പറഞ്ഞു പോകും. എന്താണത് വെച്ചതേ ഉള്ളു. ഈ അമ്മ എങ്ങനെ ഇത് ചെയ്യുന്ന? ഭയങ്കര ആവി. രാവി വരേണ്ടത് വേണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് വെച്ച് നോക്കിപ്പോ. അത് കുഴപ്പമില്ല. അത് അവർക്ക് നിത്യശീല അഭ്യാസം. അപ്പോഴേ ഫസ്റ്റ് കുമ്പളപ്പം തന്നെ ക്രെഡിറ്റ് എനിക്കാണ്. ഗണപതിക്കുള്ളതാണ് അത്. കാരണം ഞാനാണ് ചക്ക ചുമ്മിക്കൊണ്ട് വന്നത്. അത് പിന്നെ ആരും മാറ്റി വെക്കല്ലേ. ചേട്ടാ വിളിക്കണേ വേകുമ്പോ. അതിനകത്തോട്ട് എടുത്ത് വാടാ. നീ വരുന്നോ? ഞാൻ വരുന്നു ആദ്യത്തെ വരുമ്പോ വിളിക്കണം. നീ എവിടെയെങ്കിലും വെയിലത്ത് കളിക്കാൻ പോലെ. വാഴല വേണ്ടവർക്ക് വാഴലയിലും വെച്ചിട്ടുണ്ട്. അഞ്ചാറ് വിളിക്കും. എടുക്കാൻ സമയമായില്ല. ഇനിയും ഒരു 5 കോളും കൂടി വന്നതിന് ശേഷം നമ്മൾ എടുക്കുള്ളൂ. എനിക്ക് നിൽക്കട്ടെ. എടാ നിനക്ക് ഇപ്പം ഇവന്മാർ രണ്ടുപേരും മാറി മാറി വിളിക്കണേ. അൻസാറും അഷ്റഫും. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അതുകൊണ്ടല്ലേ മാറി മാറി വിളിക്കുന്നത്. അതാണ് ഇനി ഇതിൻ്റെ സംഗതി എന്താന്ന് പറയട്ടെ. അഷ്റഫ് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് നേരെ അൻസാറിനെ സമീപിച്ചു. അൻസാറിനോട് എന്തോ ആവശ്യം പറഞ്ഞു. പക്ഷേ ആ ആവശ്യം അൻസാറിനെ കൊണ്ട് നിറവേറാൻ പറ്റൂല എന്ന് ഉറപ്പായപ്പോൾ അൻസാർ എന്നെ വിളിക്കുന്നു. സംഗതി മെമ്പറും കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ സർക്കാർ ഓഫീസിലൊന്നും ഒരു പിടി അവനില്ല. സർക്കാർ ഓഫീസല്ല നമ്മളെ ആളുകളല്ലേ. ഓ അത് ശരി. അതാണ് സംഭവം. അപ്പൊ കാര്യമായിട്ട് എന്തോ സാധിച്ചെടുക്കാനോ ഉണ്ട്. സർക്കാർ കാര്യം എന്തോ ഉണ്ട്. എനിക്കറിയാം. അതല്ലേ ഞാൻ എടാ നീ നോക്കിക്കോ. ഇത് ഞാൻ അതിൻ്റെ ഒരു ഡിമാൻഡിലേക്ക് എത്തിക്കും. ഇനിയും ഒരു 5 കോള് കഴിഞ്ഞ അവസാനം അവന്മാർക്ക് എന്നെ കിട്ടിയേ പറ്റുമെന്നുള്ളൊരവസ്ഥയിൽ വരുമല്ലോ. എന്നിട്ട് ഞാനേ സ്കോച്ച് ഒഴുകൂടാ. നാളായി സ്കോച്ച് സോഡ കഴിച്ച്. വീഡിയോ കോച്ച് അത് തന്നെ. വീഡിയോ കോച്ച് ബസ്സിലെ പാർട്ടിയുടെ ഒരു ടൂർ പോണതിനെ കുറിച്ച് ഞങ്ങൾ പറയരുത്. മക്കളെ അത് നമ്മള് ടൂറൊക്കെ പോകുമ്പോൾ ബസ്സില്ലേ വീഡിയോ കോച്ച്. വീഡിയോ സിനിമയൊക്കെ അതാണ് വീഡിയോ കോച്ച്. അല്ല കോച്ച്. വിചാരിച്ച പോലത്തെ ഒരു മണമൊന്നും വന്നില്ലല്ലോ. എവിടെ നിങ്ങളുടെ മൂക്കിന് എന്തോ കുഴപ്പമുണ്ട്. മണപ്പിച്ച് നോക്ക്. നല്ല മണമുണ്ട്. ഞാൻ നോക്കിണ്ടല്ലോ. അതൊക്കെ എന്റെ ചായ എടുക്ക്. തക്കടു ചൂടാണേ. ഇത് തന്നെ. ഇത് ചെറുതായി ഇച്ചിരി വലിപ്പത്തിൽ മാവ്. അത് നമ്മള് വെച്ചതാ. മാവുള്ളൂ. അതിനകത്തോട്ട് കേറിയില്ല. നല്ല ടേസ്റ്റ്. ഏലക്കാട് രുചി മുമ്പിൽ നിൽക്കുന്നു. തന്നേടി. എന്തൊക്കെയോ കുറവുണ്ടല്ലോ. ഇതില് നെയ്യ് വന്നിട്ടില്ല. ശർക്കര ഇച്ചിരി ആവായിരുന്നു. ഇതൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് ഉഷാറായ. അയ്യോ കുഞ്ഞമ്മറ്റി ഉണ്ടാക്കോടി. അതാണ് അടിപൊളി സാധനം. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാന്ന് ഓർത്തല്ലേ ഈ കുറ്റം പറയണേ. ഞാൻ ഉണ്ടാക്കിയതല്ല. അതേ ഇപ്പിന്ന് കൊടങ്ങാവളക്കാരി അവളുണ്ടാക്കിയത്. ഞാൻ ഒറ്റക്കൊന്നുമല്ല, എല്ലാരും കൂടെ ഉണ്ടാക്കിയത്. പിന്നെ ക്ലീറ്റച്ചന്റെ മരം തെറ്റി നല്ല നെയ്യുടെയും എല്ലാത്തിന്റെ സ്വാദുണ്ട്. എന്തെങ്കിലും കുറ്റം പോയി നാക്കും പോയി കിടക്കുക. അങ്ങനല്ല, കുറച്ചുകൂടെ ഒക്കെ ആവായിരുന്നു എന്നുള്ള പ്രായത്തിൽ സൂപ്പർ സാധനമാട്ടോ. അടിപൊളി. 100 മാർക്ക്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണതിനൊന്നും ഒരു വിലയില്ലാന്നേ.
അങ്ങനെയല്ല എന്തായാലും ഇവര് ഈ പുറത്ത് പോയി തിന്ന് ഇവർക്ക് ശീലമായി. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പം ആ കറക്റ്റ് ഇതൊന്നും എങ്ങനെ ഉണ്ടാക്കണമല്ലല്ലോ. ആരാ കഷ്ടപ്പെട്ട? ഇലയെടുക്കാൻ ഞങ്ങളല്ലേ പോയെ? വാഴയില. ചക്ക ചുമ്മിക്കൊണ്ടുവന്ന ഞാനല്ലേ? ആ പൊളിക്കാൻ ഞാനും ഉണ്ടായിരുന്നല്ലോ. ആ ആ ഇക്കൊക്കെ എന്തായാലും കുമ്പളപ്പം കഴിക്കാനുള്ള യോഗമുണ്ട്. വയറ്റ് ഭാഗ്യമുണ്ട്. വാളിയാ ഒന്നെടു പിടി അല്ല അടിപൊളി സാധനം. അളിയാ എന്തോന്നളിയാ എത്ര വിളിച്ചളിയാ ഒന്ന് ഫോൺ എടുക്കണ്ടളിയാ. എടേ ഞാൻ ഇന്ന് ഫുൾ തിരക്കായിരുന്നു. എന്ത് തിരക്കാലം? എടേ ഡൽഹിയിൽ നിന്ന് ആക്കാന്ത് സാറ് ഓൺലൈൻ വഴി മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ തിരക്ക്. എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അളിയാ എന്ത് തിരക്കോ ആയിക്കോട്ടെ, ഞാൻ റോഡിൽ വീണിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നെങ്കിലോ അളിയ ഒന്നും ഫോൺ എടുത്തൂടെ? എന്ത് തിരക്കോ ആയിക്കോട്ടെ. ആള് പിന്നെ വീണ്ടും വിളിക്കൂലല്ലോ. എന്നെ പലരും വിളിച്ചു. അഷ്റഫ് മറ്റേ നമ്മളെ ഗൾഫ് വിളിച്ച്. അതൊക്കെ അതാ ഞാൻ ചോദിച്ചത്. അഷറഫൊക്കെ എത്ര പ്രാവശ്യം വിളിച്ചു? വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് അത് കേക്ക് പോലും ചെയ്തില്ല. ആൻസറെ ഞാൻ ഇന്ന് വാട്സപ്പ് ഒന്നും നോക്കിയില്ല. നോക്കാനുള്ള സമയം ആ സാഹചര്യം അല്ല എനിക്കിന്ന്. ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്തതിന് ഞാൻ എന്ത് അല്ലേ അല്ലേ എന്തോന്നല്ലേ മീറ്റിംഗ് അല്ല കൊറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ, നല്ല ടേസ്റ്റ്. ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടാക്കി. കൊള്ളാം. ചക്ക അല്ലേ? ചായ എടുക്കട്ടാ? ചായ ഒന്നും വേണ്ടല്ലേ? അഷ്റഫ് വന്നെന്നറിഞ്ഞ് ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. എന്ത് കേസ്? എന്ത് അല്ലെ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ സൈഡിൽ കിടന്ന് 22 സെന്റ് സ്ഥലമില്ലേ നമ്മുടെ ദിവാകരേട്ടൻ്റെ, അത് അഷർക്കായ്ക്ക് നോട്ടം ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് അളിയനെ വിളിച്ചോണ്ടിരുന്നത്. അതിനിപ്പോ കുഴപ്പമില്ല. നാളെ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ. അല്ല ഇനിയിപ്പോ അളിയൻ ശരിയാക്കണ്ട, അതെല്ലാം ഞാൻ ശരിയാക്കി. ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത അളിയാ. ഞാൻ നേരെ ദിവാകരൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ എല്ലാം സംസാരിച്ച് ഡീലാക്കി അഡ്വാൻസും കൊടുത്തു. അത് സെന്റിന് ഏകദേശം 4 ലക്ഷം രൂപ കണ്ട് അങ്ങനെ 430 വെച്ച് കച്ചവടമാക്കി. എന്റെ അമ്മോ, 22 19 ലക്ഷം രൂപയുടെ ഏർപ്പാട്. അല്ല അൻസാറേ, അത് നമ്മളെ ഒരുമിച്ചല്ലേ എല്ലാം. നീ എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ? അളിയാ ഇത് പറയാനല്ലേ അളിയനെ ഞാൻ വിളിച്ചത്. അഡ്വാൻസും കിട്ടി. എന്തായാലും കുറച്ച് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇത് കമ്മീഷനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയെന്നോ? കമ്മീഷൻ എല്ലാം ഡീലാവുമ്പോൾ കമ്മീഷൻ കിട്ടും. എന്തായിരുന്നാലും അതിന്റെ ഒരു സന്തോഷം കുറച്ച് ലഡു മേടിച്ചിട്ടുണ്ട്. 22 4 80 എൻ്റെ അളിയനാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും, എൻ്റെ വിജയത്തിനെല്ലാം കാരണക്കാരൻ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതുപോലും അളിയൻ കാരണമാണ്. അതുകൊണ്ട് ആദ്യത്തെ ലഡു അളിയൻ. പിടി അളിയ, അങ്ങോട്ട് പിടി, എന്നിട്ട് കഴിക്കേ. മൊത്തം എല്ലാവർക്കും കൊടുക്കണം. 3% കമ്മീഷൻ വാങ്ങിക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ തർക്കം ഉണ്ടായി. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 1% കുറച്ച് കൊടുക്കും. 2% എങ്ങനെ കൂട്ടിയാലും ഒരു 2-2.5 ലക്ഷം രൂപ കിട്ടും. എന്നാലും എൻ്റെ ബാധ്യത എല്ലാം അങ്ങ് തീരും. പിന്നെ അളിയ എൻ്റെ കടം തീർക്കാനുള്ള പൈസ ഉള്ളു. അളിയൻ കടം ചോദിച്ചാൽ പോലും എനിക്ക് തരാനില്ല.